തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ നടത്തിയ പ്രതികരണം തിരുത്തി എം മണി. തന്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റായ പ്രസ്താവനയാണ്, ഇന്നലെ പ്രത്യേക സാഹചര്യത്തിലുണ്ടായ പ്രതികരണമാണെന്നും എം മണി പറഞ്ഞു. എന്താണ് ഇങ്ങനൊരു വിധി വരാനുള്ള കാര്യമെന്നെല്ലാം പാർട്ടി വിശദമായി പരിശോധിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് വായിൽ എനിക്ക് വിഷവ് പറ്റിയത് തന്നെയാണ്. അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ്. അവരെന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം. കൂടുതൽ വിവരങ്ങൾ ജെയിൻ എസ് രാജ് നൽകും. ജെയിൻ, എം മണിയുടെ ഭാഗത്തു നിന്ന് മുൻപും അതേ ഇതുപോലെ വാവിട്ട വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു. തങ്ങൾ നൽകിയതെല്ലാം എന്തോ ഒരു ആനുകൂല്യമാണ്, ഔദാര്യമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു. ഇപ്പം എന്തായാലും അത് തിരുത്താൻ തയ്യാറാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ എന്താണ്? നേതൃത്വത്തിന്റെ ഒരു ഇടപെടലിന് പിന്നാലെയാണോ ഈ തിരുത്തൽ? തീർച്ചയായിട്ടും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എം മണി നടത്തിയ പ്രസ്താവന അത് വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രതിഷേധങ്ങൾക്കടക്കം ഇടയാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വവും തന്നെ ഇടപെട്ട് അദ്ദേഹത്തെ തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്താണ് ഇപ്പോൾ എം മണി തന്റെ നിലപാട് പൂർണ്ണമായും തിരുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തിയത്. തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി തന്റെ നിലപാട് തിരുത്തിയതിനെ ശരിവെക്കുകയും പാർട്ടി പറഞ്ഞതാണ് ശരി എന്ന രീതിയിലേക്കൊരു നിലപാടിലേക്ക് എം മണി എത്തുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ജനവിധിയാണ് ഇത്തരമൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയ്ക്ക് ഇടയാക്കിയത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അദ്ദേഹം നടത്തിയത് ഈ ക്ഷേമ പദ്ധതികളൊക്കെ കാര്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാന സർക്കാരാണ്. ക്ഷേമ പെൻഷൻ വാങ്ങി ഭക്ഷണം കഴിച്ചവർ നന്ദികേട് കാണിച്ചു, അല്ലെങ്കിൽ അവർ മാറ്റിക്കുത്തി എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് എം മണിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ച് ജനാധിപത്യ ബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു എം മണിയുടെ ഭാഗത്തുനിന്ന് നടത്തിയത്. ആദ്യഘട്ടത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പ്രസ്താവനയെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല, അത് വളച്ചൊടിച്ചതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം MV ഗോവിന്ദന്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്. പക്ഷേ ദേശീയ സെക്രട്ടറി തീർച്ചയായിട്ടും MA ബേബി ആ കാര്യം പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് എം മണി തന്റെ പ്രസ്താവന തിരുത്തിയിരിക്കുന്നത്.